നമസ്കാരം. എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജനുവരി 25-ാം ലക്കം തൊഴിൽ വീതിയിൽ വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്മൃതിതൻ ചിറകിൽ. മലയാള ഗാനങ്ങൾക്ക് മറക്കാനാവാത്ത രാഗവും ഭാവവും സമ്മാനിച്ച വിഖ്യാത ഗായകൻ P. ജയചന്ദ്രൻ 80 വയസ്സ് ജനുവരി 9 അന്തരിച്ചു. മലയാളത്തിൽ 2000-ലേറെ ഗാനങ്ങളും തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി സിനിമകളിലായി 300-ലേറെ ഗാനങ്ങളും ജയചന്ദ്രൻ ആലപിച്ചിട്ടുണ്ട്. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 1 തവണയും കേരള സംസ്ഥാന അവാർഡ് 5 തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് 4 തവണയും നേടി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ JC ഡാനിയൽ പുരസ്കാരം, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും നേടി. 1966-ൽ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തിലൂടെ സിനിമാ ഗാനലോകത്തെത്തിയ ജയചന്ദ്രൻ 928 സിനിമകളിലായി 1231 പാട്ടുകളാണ് ആലപിച്ചത്. 1632 ചലച്ചിത്രേതര ഗാനങ്ങളും ഭാവഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ജയചന്ദ്രൻ സ്വരം പകർന്നു. അടുത്തത് കാനഡയിൽ ട്രൂഡോയുടെ പടിയിറക്കം. ജനപ്രീതി കുത്തനെ ഇടിഞ്ഞതോടെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജനുവരി 26 രാജി പ്രഖ്യാപിച്ചു. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം ഒഴിയുമെന്നും പ്രഖ്യാപിച്ച ട്രൂഡോ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും വ്യക്തമാക്കി. 53-കാരനായ ട്രൂഡോ 2013 മുതൽ ലിബറൽ പാർട്ടി മേധാവിയാണ്. 2015 നവംബറിലാണ് പ്രധാനമന്ത്രിയായത്. കാനഡയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികകാലം പ്രധാനമന്ത്രിയായിരുന്നയാളാണ് ജസ്റ്റിൻ ട്രൂഡോ. അടുത്തത് ബ്രിക്സിലെ 10-ാം അംഗമായി ഇന്തോനേഷ്യ. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗമായി. സമ്പന്ന രാജ്യങ്ങൾ ചേർന്നുള്ള G7 കൂട്ടായ്മയ്ക്ക് ബദലായി ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009-ൽ രൂപീകരിച്ചതാണ് ബ്രിക്സ്. 2010-ൽ ദക്ഷിണാഫ്രിക്കയെ ഉൾപ്പെടുത്തിയ സംഘടനയിൽ ഈജിപ്ത്, ഇത്യോപ്യ, ഇറാൻ, UAE എന്നിവരും ഇപ്പോൾ അംഗങ്ങളാണ്. നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. സംവിധാന മികവിന് ഉൾപ്പെടെയുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ദ ബ്രൂട്ടലിസ്റ്റ് സ്വന്തമാക്കി. ഡ്രാമ വിഭാഗത്തിൽ ഏഡ്രിയൻ ബ്രോഡി മികച്ച നടനും ഫെർണാണ്ടറ്റ് ടോറസ് മികച്ച നടിയുമായി. എമീലിയ പെരസ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനും കോമഡി മ്യൂസിക്കൽ ചിത്രത്തിനും പുരസ്കാരം നേടി. കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിൽ സെബാസ്റ്റ്യൻ സ്റ്റാനും ഡെമി മൂറുമാണ് മികച്ച താരങ്ങൾ. അടുത്തത് ബോർഡർ ഗാവസ്കർ ട്രോഫി ഓസീസിന്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയായ ബോർഡർ ഗാവസ്കർ ട്രോഫി ഓസ്ട്രേലിയ സ്വന്തമാക്കി. ഓസ്ട്രേലിയ വേദിയായ 5 മത്സരങ്ങളുടെ പരമ്പര 3-1 പാറ്റ് കമ്മിൻസ് നായകനായ ഓസ്ട്രേലിയ വിജയിച്ചത്. പരമ്പരയിൽ 32 വിക്കറ്റ് നേടിയ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. വിജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ ഓസ്ട്രേലിയ യോഗ്യത നേടി. അടുത്തത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ വനിത. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ജാപ്പനീസ് വനിത ടൊമിക്കോ ഇതുക അന്തരിച്ചു. 116 വയസ്സ്. 1908 മെയ് 23 ഓസക്കയിൽ ജനിച്ച ടൊമിക്കോ കഴിഞ്ഞ വർഷം 117-ാം വയസ്സിൽ സ്പെയിനിലെ മരിയ ബ്രന്യാസ് അന്തരിച്ചതോടെയാണ് ലോകമുത്തശ്ശിയായത്. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വനിത ഇനി ബ്രസീലിലുള്ള ഇന കനാബറോ ലൂക്ക എന്ന കന്യാസ്ത്രീയാണ്. 116 വയസ്സുകാരിയാണ് ഇന. അടുത്തത് ബഹിരാകാശത്ത് ഇന്ത്യയുടെ വൻപയർ. ബഹിരാകാശത്ത് ആദ്യമായി വിത്ത് മുളപ്പിക്കാനുള്ള ഇന്ത്യയുടെ പരീക്ഷണം വിജയിച്ചു. ISROയുടെ സ്പേസ് ഡെക്സ് ദൗത്യത്തോടൊപ്പം വിക്ഷേപിച്ച പോയം 4 പേടകത്തിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ വൻപയർ വിത്ത് പരീക്ഷണമാണ് വിജയം കൈവരിച്ചത്. 8 വിത്തുകളാണ് VSLC ബഹിരാകാശത്തേക്ക് അയച്ചത്.
ഇതിൽ ഭൂരിഭാഗത്തിനും ആദ്യ നാമ്പ് കിളിർത്തു. ബഹിരാകാശ മാലിന്യം ശേഖരിക്കാൻ VSSC വികസിപ്പിച്ച യന്ത്രക്കൈയും വിജയകരമായി പരീക്ഷിച്ചു. അടുത്തത് AFI തലപ്പത്ത് മാറ്റങ്ങൾ. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ബഹദൂർ സിംഗ് സാഗു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദിൽ സുമരിവാലയുടെ പിൻഗാമിയായാണ് ബുസൻ ഏഷ്യൻ ഗെയിംസിൽ ഷോട്ട്പുട്ട് സ്വർണ്ണ ജേതാവ് ബഹദൂർ സിംഗ് സാഗു ചുമതലയേൽക്കുന്നത്. അഞ്ജു ബോബി ജോർജ് സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. സന്ദീപ് മേത്തയാണ് AFI സെക്രട്ടറി. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ജ്യോതിർമയി സിക്ദറിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. അടുത്തത് നാഡീതരംഗിണിക്ക് അംഗീകാരം. ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം എന്ന വിശേഷണത്തോടെ തദ്ദേശീയമായി വികസിപ്പിച്ച പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം നാഡീതരംഗിണിക്ക് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ചു. IIT ബോംബെയിലെ ഗവേഷകനായ ഡോക്ടർ അനിരുദ്ധ ജോഷിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി ചാൻസലർ പ്രൊഫസർ JB ജോഷിയും ചേർന്നാണ് ആയുർവേദ മെഡിക്കൽ ഉപകരണം വികസിപ്പിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്